ഫസ്റ്റ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കാണാത്തവരൊക്കെ മസ്റ്റായി അത് കണ്ടിട്ടുണ്ടാവണം. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ടോപ്പിക്കിലേക്ക് ആക്ച്വലി ഇന്നാണ് കിടക്കുന്നത്. ഇപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളോടൊന്നും പറയാം, 2026 CGL വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പൈലറ്റ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണിത്. അപ്പൊ ഇതില് നമ്മൾ കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ചെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് കണ്ടോളാം. ഇന്ന് നമ്മൾ നമ്മളെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ. നമുക്കറിയാം, നമ്മൾ ആൾജിബ്ര എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മുന്നോട്ട് വരാനുണ്ട് അഡ്വാൻസ് മാത്സിൽ. അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് സത്യം പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയും. എനിക്ക് ആക്ച്വലി 3 ക്ലാസ്സുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടി വരാം. 3 സെഷൻസ് ഉണ്ടാവും, 3 വീഡിയോസ് ഉണ്ടാവും. ആ 3 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയം കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. സിംപ്ലിഫിക്കേഷനിൽ ഇന്ന് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു പാറ്റേൺ, ആ പാറ്റേൺ എങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നും, പ്രത്യേകിച്ച് സിംപ്ലിഫിക്കേഷനിൽ. ഇത് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ആ ടൈം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. അത്തരത്തിലുള്ള ചോദ്യങ്ങളെ പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ കണ്ടോളാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാണ്. ഇവാലുവേറ്റ് 999 ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണിട്ടുള്ളത്. ഓക്കെ, ഒരു മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഓക്കെ, പക്ഷെ അത് മാത്രം ചെയ്താൽ പോരാ, മിക്സഡ് ഫ്രാക്ഷൻ മാത്രം ചെയ്താൽ പോരാ, ഇൻറ്റു ഒരു 999 കൂടെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് 999 പ്ലസ് 995 ബൈ 999 ഇൻറ്റു 999. അതായത് ആദ്യം ഇവരെ തമ്മിൽ ഗുണിക്കണം, പിന്നെ ഇവരെ തമ്മിൽ ഗുണിക്കണം, എന്നിട്ട് ആഡ് ചെയ്യണം. ഇതാ ചെയ്യേണ്ടത്. ഇനി ഞാൻ കാൽക്കുലേഷൻ പറഞ്ഞ സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 99ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതുപോലെ 9 എന്ന് വരുന്ന നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് 9ന്റെ സ്ക്വയറാ വേണ്ടതുണ്ടെങ്കിൽ ഒരു 9 ഉള്ളത് അതിൽ നിന്ന് 1 കുറയ്ക്കുക, എന്നിട്ട് ആ 1 ഇവിടെ എഴുതുക. റൈറ്റ്. ഇപ്പൊ 99ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനോ, നിങ്ങൾ 99ൽ നിന്ന് 1 കുറയ്ക്കുക, 98 അല്ലേ. ഇപ്പൊ നിങ്ങൾ ആക്ച്വലി കുറച്ചത് 1 അല്ല, നിങ്ങൾ കുറച്ച് 0 1. ആ ഡിജിറ്റ് എത്ര 2 ഡിജിറ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, 9801 ആയിരിക്കും അവിടുത്തെ ആൻസർ. അപ്പൊ 999 എന്ന് പറഞ്ഞ അതിന്റെ സ്ക്വയർ എങ്ങനെ എടുക്കുക, അതായത് നിങ്ങൾ അവിടെ 998 1 കുറച്ചു. ആ കുറച്ച് നിങ്ങൾ വെറും 1 അല്ല, 001 കുറച്ചത്. ഇങ്ങനെ നമുക്ക് 9 ഉള്ള നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആ ഒരു ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് 999 ഇൻറ്റു 999 നമുക്ക് 998001 എന്ന് കിട്ടും. പ്ലസ് ഈ ഫ്രാക്ഷൻ നോക്ക്, 995 ഡിവൈഡഡ് ബൈ 999 ഇൻറ്റു 999. ഇതല്ലേ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതൊന്നും കട്ടായി പോകും. അപ്പൊ പ്ലസ് 995 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. 1ഉം 5ഉം 6ൽ എൻഡ് ചെയ്യണം. ഓക്കെ, 6ൽ എൻഡ് ചെയ്യുന്ന 2 ഉണ്ട്. അതിൽ ഇവൻ ആണ് ആൻസർ വരിക, കാരണം ഇവിടെ 8 ഉണ്ട്. കണ്ടോ, 8 വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എ ആയിരിക്കും നമ്മളെ ആൻസർ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 990 ഡിവൈഡഡ് ബൈ 999 ഇൻറ്റു 999. ഓക്കെ, പലതവണ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ മോളിലുള്ള ആൾ മാത്രമാണ് മാറുക മിക്ക സമയങ്ങളിലും, ഇല്ലെങ്കിൽ 9ന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു 424 ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, അത് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആക്ച്വലി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. ഓപ്ഷൻസും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത് ഓർത്തുള്ള. ഓക്കെ, അതൊരു സ്ഥിരം പാറ്റേൺ ആയി മനസ്സിലാക്കുക. വേറൊരു സ്ഥിരം പാറ്റേൺ ആണ് ഈ ഒരു രീതിയിൽ കാണുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങൾ റൂട്ടിനകത്ത്, നമുക്ക് സേർട്സ് എന്ന് പറയുന്ന ഏരിയയെ ഭയങ്കര തലവേദനയാണ്, റൂട്ടിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ആക്ച്വലി സോൾവ് ചെയ്യാൻ മാർഗമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് y എന്ന് പേര് കൊടുക്കാം. y ഈക്വൽ ടു റൂട്ട് ഓഫ് 42 പ്ലസ് 40 റൂട്ട് ഓഫ് 42 പ്ലസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ അകത്തൊരു y ഇട്ട് സ്ക്വയർ എടുത്ത് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. പക്ഷെ നിങ്ങൾ അങ്ങനെ സോൾവ് ചെയ്യാൻ മെനക്കെടണ്ട. കാരണം നമ്മളൊരു പാറ്റേൺ ബ്രേക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാം, അത് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിന്റെ ഒന്നും ആവശ്യവും നമുക്ക് ഇപ്പൊ ഇല്ല.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടെ റൂട്ടിനകത്ത് പ്ലസ് ആണ് അല്ലെ. ഒന്നൊരു പാറ്റേൺ മനസ്സിലാക്കിയ റൂട്ട് ഓഫ് ഒരു വാല്യൂ പ്ലസ് റൂട്ട് ഓഫ് സെയിം വാല്യൂ പ്ലസ് റൂട്ട് ഓഫ് സെയിം വാല്യൂ പ്ലസ്. ഇനി ഇതേപോലെ തന്നെ ഇതിന് സിമിലർ ആയിട്ട് ആ പ്ലസിന് വരെ മൈനസ് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. റൂട്ട് ഓഫ് 42 മൈനസ് റൂട്ട് ഓഫ് 42 മൈനസ് റൂട്ട് ഓഫ് 42 മൈനസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വരെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യേണ്ടി വരിക. അവിടെ നിങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻസ് ആണ് കിട്ടുക. ശ്രദ്ധിക്കണേ, ഈ 42നെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരണം. ആ രണ്ട് ഫാക്ടേഴ്സിന്റെ പ്രത്യേകത അത് അടുത്തടുത്ത് നിൽക്കുന്ന ഫാക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാം അതാരാ 6 into 7 ആണെന്ന്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു ഡാറ്റ ഓർത്ത് വെച്ചോളാം. 2 എന്ന് പറഞ്ഞാൽ 1 into 2 ആ. അപ്പം 6 ആരായിരിക്കും 2 into 3. പിന്നെ ആരാളുള്ളത് 12 ആരാ 3 into 4. അതായത് ഈ നമ്പറുകളെ ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്പറുകളെ നിങ്ങൾക്ക് തൊട്ടടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി 20 ആരായിരിക്കും 20 4 into 5 ആയിരിക്കും. 20 കഴിഞ്ഞാൽ 30 ഉണ്ട്, 30 കഴിഞ്ഞാൽ 42 ഉണ്ട്, 42 കഴിഞ്ഞാൽ 56 ഉണ്ട്, 56 കഴിഞ്ഞാൽ 72 ഉണ്ട്, 72 കഴിഞ്ഞാൽ 90 ഉണ്ട്, 90 കഴിഞ്ഞാൽ 110 ഉണ്ട്. ഇങ്ങനെ നമ്പേഴ്സ് പോകും. 110 ആരാ 11 into 10. കണ്ടോ, തൊട്ടടുത്ത നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പൊ ഇവിടെ 42നെ നമുക്ക് എഴുതാൻ പറ്റുക 6 into 7 എന്നാണ് അല്ലെ. 42 ആരാ പ്രൊഡക്റ്റാ 6ന്റെയും 7ന്റെയും പ്രൊഡക്റ്റാ. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. പ്ലസ് ആണെങ്കിൽ ഇവിടെ അകത്ത് പ്ലസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ 7 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി അഥവാ അകത്ത് മൈനസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ 6 ആയിരിക്കും ആൻസർ. ചെറിയ വാല്യൂ ആയിരിക്കും ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പോ റൂട്ട് ഓഫ് 72 പ്ലസ് റൂട്ട് ഓഫ് 72 പ്ലസ് റൂട്ട് ഓഫ് 72 പ്ലസ് എക്സെട്ര എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 72നെ പറ്റി ആലോചിക്കുക. ആരാ 8 into 9 ആണ്. അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ പ്ലസ് ആണ്. അതുകൊണ്ട് വലിയ നമ്പർ ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഇത്രയും സിമ്പിൾ ആണ് അത് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇതാണ് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു മാർഗ്ഗമില്ല. അത് അവിടെ സോൾവ് ചെയ്തെടുക്കാൻ തീർച്ചയായിട്ടും ടൈം എടുക്കും. ഇനി അപ്പൊ ഇത് എത്രയാണെന്നുള്ളത് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, ഇവിടെ മൈനസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, 110 ആണുള്ളത്. ഓപ്ഷനിൽ ഏതാണ് ആൻസർ വരിക എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ അതിലേക്ക് ഇടപെടുന്നില്ല കൂടുതലായിട്ട്. നിങ്ങൾ ആൻസർ പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ജനറൽ ഫോം നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. കാരണം ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് എക്സെട്ര. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഉത്തരം പറയാൻ പറ്റും. പക്ഷെ അൾജിബ്ര പഠിച്ചു കഴിയുമ്പോൾ എക്സ് വന്നു, എക്സ് പ്ലസ് 1 വന്നു, നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ശ്രമിക്കും. ഇതിനകത്ത് ഓപ്പറേഷൻസ് നടത്താനൊക്കെ ശ്രമിക്കും. ഓക്കെ, കാരണം നമ്മൾ എന്തൊക്കെയോ കുറെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, റൂട്ട് ഓഫ് ഒരു നമ്പർ, ഉദാഹരണത്തിന് 3 into 4 പ്ലസ്, അതായത് ഒരു നമ്പറും തൊട്ടടുത്ത നമ്പറും ഈ പ്ലസ് റൂട്ട് ഓഫ് 3 into 4 പ്ലസ് റൂട്ട് ഓഫ് 3 into 4 പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ പ്ലസ് ആണെങ്കിൽ വലുതായിരിക്കും ഉത്തരം, മൈനസ് ആണെങ്കിൽ ചെറുതായിരിക്കും ഉത്തരം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതെന്ത് തന്നെയാ, എക്സും എക്സിന്റെ തൊട്ടടുത്ത നമ്പറും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലസ് ആണെങ്കിൽ എക്സ് പ്ലസ് 1 ആയിരിക്കും ഉത്തരം. അതായത് വിത്തൗട്ട് എനി കാൽക്കുലേഷൻ നമുക്ക് ഇതിന്റെയൊക്കെ ആൻസർ പറയാൻ പറ്റും. അതാണ് ഈ പാറ്റേൺസിന്റെ പ്രത്യേകത. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഇന്ന പാറ്റേൺ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്ത് ശീലിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ പിനാക്കിളൊക്കെ എടുത്ത് ചെയ്യാണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് പാറ്റേൺസ് നിങ്ങൾ കാണും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കുറെ തവണ ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് പാറ്റേൺസ് കാണും. ആ പാറ്റേൺസ് എന്ന് മുതൽ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് മാത്സ് ഈസി ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. ശരി, ഇനി ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അതിങ്ങനെ വരിക, റൂട്ട് ഓഫ് 7 റൂട്ട് ഓഫ് 7 റൂട്ട് ഓഫ് 7 എക്സെട്ര ഇൻഫിനിറ്റി. അതായത് ഇവിടെ പ്ലസ് ഒന്നുമല്ല, ഇൻഡു ആണ്. ഇത് എത്രയാണ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഞാൻ ഇതിനെ സോൾവ് ചെയ്യുന്നത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിന് പേര് കൊടുക്കണം, y ഈക്വൽ ടു റൂട്ട് ഓഫ് 7 റൂട്ട് ഓഫ് 7 റൂട്ട് ഓഫ് 7 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ y സ്ക്വയർ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ റൂട്ട് പോകും, 7 റൂട്ട് ഓഫ് 7 റൂട്ട് ഓഫ് 7 റൂട്ട് ഓഫ് 7 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇനി ഞാൻ ഈ റെഡിനകത്ത് മാർക്ക് ചെയ്ത ആള് ആരാ, അത് y അല്ലേ. അപ്പൊ എനിക്ക് എന്ത് പറയാം,
y സ്ക്വയർ ഈക്വൽ ടു 7y, അല്ലെങ്കിൽ ഒരു വൈയും കട്ടായി കഴിഞ്ഞാൽ y ഈക്വൽ ടു 7 കിട്ടും. y ഈക്വൽ ടു 7, അല്ലെങ്കിൽ ഇവൻ ആരാ 7 ആയിരിക്കും. അപ്പോ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണ്, റൂട്ട് ഓഫ് എക്സ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം, എക്സ് ആണെന്ന് പറയാം. ഇതാണ് പാറ്റേൺ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അത് എളുപ്പമാണ്, വളരെ ഈസിയാണ്. റൂട്ട് ഓഫ് ഫൈവ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 5. അവിടെ നിങ്ങൾ ഏത് നമ്പർ കാണുന്നുണ്ടോ അതായിരിക്കും ആൻസർ എന്ന് പറയാം. ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്ന റൂട്ട് ആയതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി ചോദിക്കുന്ന ചോദ്യമാണ് ഫൈനൈറ്റ് സേർഡ് അല്ലെങ്കിൽ ഫൈനൈറ്റ് റൂട്ട്സ് വെച്ചിട്ടുള്ളത് ചോദിക്കും. ഇവിടെ നമുക്ക് റൂട്ട്സ് എണ്ണാൻ പറ്റും, ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നില്ല, 1, 2, 3 റൂട്ടേ ഉള്ളൂ അല്ലെ. അപ്പൊ ആക്ച്വലി ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് റൂട്ട് ഓഫ് സെവൻ ഈക്വൽ ടു നമുക്ക് y എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ഒരു തവണ സ്ക്വയർ എടുക്കണം. അപ്പൊ ഫസ്റ്റ് റൂട്ട് പോകും. അടുത്ത തവണ അപ്പൊ ഇങ്ങനെ 7√7 ഈക്വൽ ടു y സ്ക്വയർ ആവും. ഒന്നും കൂടെ സ്ക്വയർ എടുക്കണം. അപ്പൊ y⁴ ആവും. അപ്പൊ ഇവന്റെ സ്ക്വയർ പോവും, ഇത് സ്ക്വയർ ആവും, അല്ല റൂട്ട് പോവും, ഇവൻ സ്ക്വയർ ആവും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് അവസാനം y ഈക്വൽ ടു എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആ പവേഴ്സിനെ അങ്ങോട്ട് കൊടുത്തിട്ട് y ഈക്വൽ ടു എടുക്കുക. എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ശ്രദ്ധിച്ചോണേ, ഇതിന്റെ അകത്തുള്ളത് ആരാ, 7 അല്ലേ? അതെ. ഇവിടെ എത്ര റൂട്ട് ഉണ്ട്? 3 റൂട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ 2⁻3 എന്തായാലും എടുക്കണം, കാരണം നമ്മൾ സ്ക്വയർ റൂട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് 2 എടുത്തു, ബേസ് 2 എടുത്തു. എത്ര സ്ക്വയറുകൾ ഉണ്ട്, എത്ര റൂട്ടുകൾ ഉണ്ട്? 3 റൂട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് പവർ 3 കൊടുത്തു. നിങ്ങൾക്ക് ആൻസർ കിട്ടും. 2⁻3 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അത് നമുക്ക് 8 ആയിരിക്കും. ആ 8 ആണ് ആക്ച്വലി ഇവിടെ അവസാനം ഉണ്ടാവുക. ഓക്കെ, എന്നാ നമുക്ക് y⁸ ഈക്വൽ ടു 7⁻7 കിട്ടുള്ളൂ. ഒന്ന് കുറവായിരിക്കും അവിടെ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് y കണ്ടുപിടിക്കുമ്പോ 7⁻7/8 എന്നാ കിട്ടുക. ഓക്കെ, അപ്പോ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. പകരം നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഇവിടെ ക്വസ്റ്റ്യനിൽ ആരുണ്ട്? 7 ഉണ്ട്. ക്വസ്റ്റ്യനിൽ 7 ഉണ്ടല്ലോ. ആ 7 അങ്ങനെ തന്നെ ഉത്തരത്തിലേക്ക് എഴുതുക. ഇനി 2⁻3 എത്ര റൂട്ട് ഉണ്ടോ അത്രയും പവർ കണ്ടുപിടിക്കുക. 2⁻3 8 ആണ്. എന്നിട്ട് ആ 8 ഇവിടെ ഡിനോമിനേറ്ററിലും 1 കുറച്ചിട്ട് ന്യൂമറേറ്ററിലും എഴുതുക. ഇതായിരിക്കും നിങ്ങളെ ആൻസർ. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. √5 4 റൂട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 2⁻4 ഈക്വൽ ടു 16 കണ്ടുപിടിച്ചു. നമുക്ക് ഉത്തരം എത്രയാണെന്നറിയാം? 5 ആണെന്നറിയാം. 5ന്റെ പവറിൽ ഡിനോമിനേറ്റർ 16 ഉണ്ടാവണം, മുകളിൽ എത്ര ഉണ്ടാവണം? 15 ഉണ്ടാവണം. ഇതാണ് ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ, അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള എണ്ണം സേർട്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം സോൾവ് ചെയ്യാൻ. അപ്പൊ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. √11 ഇതിന്റെ ആൻസർ എത്രയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം. ഇത് കമന്റിൽ പറയാന്നുള്ളത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്, ചെയ്തു. ഓക്കെ, അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കണം കേട്ടോ. ഞാനത് ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി ഇങ്ങനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, പ്രത്യേകിച്ച് റെയിൽവേ എക്സാംസിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഈവൻ SSCയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലാഡർ ടൈപ്പ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഭയങ്കര ഹൈപ്പ് ഉള്ള ഒരു സാധനമാണ്. കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു ഫ്രാക്ഷൻ സോൾവ് ചെയ്യണം, എന്നിട്ട് അത് തിരിച്ചിടണം, എന്നിട്ട് ഈ ഒരു ഫ്രാക്ഷൻ സോൾവ് ചെയ്യണം, തിരിച്ചിടണം, ഈ ഒരു ഫ്രാക്ഷൻ സോൾവ് ചെയ്യണം, തിരിച്ചിടണം, ഈ ഒരു ഫ്രാക്ഷൻ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ട കാര്യം. നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ സമയത്ത് അതുകൊണ്ട് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് തരാം. എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു 1/2 ഉണ്ട്. അതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്ത് ട്രീറ്റ് ചെയ്യണം? ആദ്യം ഒരു 1+ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണം, പിന്നെ ഒരു 1+ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണം, പിന്നെ ഒരു 1+ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണം, പിന്നെ ഒരു 1+ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചോണേ. ഇപ്പൊ ഞാൻ എഴുതുകയാണ്. എന്റെ അടുത്ത് ഒരു 1/2 ആണുള്ളത്. ഈ ഒരു ഓർഡറിൽ എഴുതുക, 1/2. ഇനി ആദ്യം ആരാളുള്ളത്? ഇവിടെ ആരാളുള്ളത്? 1+. പിന്നെ ആദ്യത്തെ 1+ എഴുതി, അടുത്ത 1+ എഴുതി, അടുത്ത 1+ എഴുതി, അടുത്ത 1+ എഴുതി. 4 1+ ആണല്ലോ. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ ആദ്യത്തെ 1+ ഇവനാണ്, അടുത്ത 1+ ഇവനാണ്, അടുത്ത 1+ ഇവനാണ്, അടുത്ത 1+ ഇവനാണ്. 4 1+കളുണ്ട്. ഓക്കെ, ഇതില് നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? 2 × 1 എന്നാ ചെയ്യുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഓർക്കുക,
ഇവിടെ ആദ്യമുള്ള ഒരു നമ്പറാണ്. ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം പിന്നീട് ഇവനുമായിട്ട് ആഡ് ചെയ്യണം എന്നാ പറയുന്നത്. അതാണ് ആ ഓർഡറിന്റെ പ്രത്യേകത. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. പക്ഷെ 1 കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പ്ലസ് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ 1 മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യനില്. അപ്പൊ നിങ്ങൾ എന്ത് മാത്രം എഴുതിയാൽ മതി? പ്ലസ് 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 4 പ്ലസ് എഴുതിയാൽ മതി. ഇനി ആ 4 പ്ലസിന് വേണ്ട ഓപ്പറേഷൻസ് ചെയ്യാം. ഇവിടെ ഒരു ഉത്തരം വേണം, ഇവിടെ ഒരു ഉത്തരം വേണം, ഇവിടെ ഒരു ഉത്തരം വേണം, ഇവിടെ ഒരു ഉത്തരം വേണം. ഒന്ന് ആഡ് ചെയ്തേ. 2ഉം 1ഉം ഈ ഡയറക്ഷനിൽ വേണം ആഡ് ചെയ്യാൻ. കാരണം ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് വന്നാലും അതേ ഡയറക്ഷനിൽ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ തെറ്റും. 2 + 1 എത്രയാ? 3. 3 + 2 എത്രയാ? 5. 5 + 3 എത്രയാ? 8. 8 + 5 എത്രയാ? 13. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവസാനം കിട്ടിയത് 13 ആണ്, അതിന് മുന്നേ കിട്ടിയത് 8 ആണ്. അപ്പൊ 13/8 ആണ് നമുക്ക് എന്ത് വരിക? ആൻസർ വരിക എന്നുള്ളത് ഓർക്കുക. 13/8. ഓക്കെ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 + 1/1 + 1/1 + 2/3 ഇങ്ങനെ വന്നു. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് എഴുതുക? 2, 3 എഴുതുക. ഇനി എത്ര പ്ലസ് ഉണ്ട്? 3 പ്ലസ് ഉണ്ട്. 1, 2, 3 പ്ലസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ആയിട്ട് ആഡ് ചെയ്യാം. 3ഉം 2ഉം 5, 5ഉം 3ഉം 8, 8ഉം 5ഉം 13. അപ്പൊ ഇവിടെ ആൻസർ എന്തെന്നെ കിട്ടും? 13/8 കിട്ടും. ഓക്കെ, ഇനി ആ 2/3 മാറി വേറൊരു വാല്യൂ വന്നാൽ, ഇപ്പം സപ്പോസ് 1/4 വന്നു എന്ന് വിചാരിച്ചോ. 1/4 എന്ത് ചെയ്യണം? 1/4 ഉണ്ട്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 1 5, 5 4 9, 9 5 14. അപ്പൊ 14/9 കിട്ടും. വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും ഇത് ശീലിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഇത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡ് ആക്കാൻ പറ്റും. കാരണം 4 1 5 അതാണ് ഈ 5, 5 4 9 അതാണിത്, 9 5 14 അതാണിത്. അപ്പൊ 14/9 കിട്ടും. അപ്പൊ ഇങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായി നോക്കി ജസ്റ്റ് അതിലേക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇപ്പൊ സ്ഥിരമായ പ്രാക്ടീസ് ആണ് അവിടെ വേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യും. ഇത് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിൽ നിന്നും വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിക് ആവും. ഓക്കെ, സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അത് റിവേഴ്സ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളോട് അതിന്റെ വാല്യൂസ് എയും ബിയും സിയും ഒക്കെ എത്രയാണ്, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യാനൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു മൈനസ് വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാമേ, എന്നിട്ട് അതിലേക്ക് പോവാം. 1 + 1/1 - 1/1 + 1/2. ഇവിടെ വരുമ്പോ നിങ്ങൾക്കറിയാം 1/2 ആണ് ഇവിടെ ഉള്ളത് അല്ലെ, 1/2. പിന്നെ ഒരു പ്ലസ് ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്, ഒരു പ്ലസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതേ ഓർഡറിൽ ചെയ്യാം. 2 1 3. ഇവിടത്തെ ഉത്തരം എഴുതുമ്പോ മൈനസ് എടുത്തിട്ടേ ചെയ്യാവുള്ളൂ. അപ്പൊ 3 - 2 1. ആ ഓർഡർ ശ്രദ്ധിക്കണം, തിരിച്ചു ചെയ്താൽ തെറ്റും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ലെഫ്റ്റിലേക്കുള്ള ഓർഡറിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആഡ് ചെയ്ത് ശീലിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായി മൈനസ് എടുക്കുമ്പോൾ അങ്ങനെ വന്നോളൂ. ഇനി ഇവിടെ ഉള്ള എന്താ ആഡ് ചെയ്തിട്ടല്ലേ എഴുതേണ്ടത്? 3 1 4. അപ്പൊ നമുക്ക് 4/1 എന്ന് കിട്ടും. 4/1 ആണ് അവിടെ നമുക്ക് ആൻസർ കിട്ടുക. ഇത് ഓർത്ത് വെച്ചോണം, പാറ്റേൺ മറക്കരുത്. ഇനി അഥവാ ഇവിടെ 1ന് പകരം 2 ആണ് വന്നെന്ന് വിചാരിക്കുക. 2 മൈനസ് എന്നാ വന്നത്. അപ്പൊ ഇവിടെ വെറും മൈനസ് അല്ല, ആരുണ്ട്? 2 മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു, ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല, ആഡ് ചെയ്താൽ മതി. 2 1 3. അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം, ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ മൈനസ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 3 6. 6ൽ നിന്നും പിന്നെ മൈനസ് ചെയ്യുക. 6ന്ന് 2 പോയാല് 4. അപ്പൊ ഇവിടെ 4 ആണ് വരേണ്ടത്, 4. ഇനി ഇവിടെ പ്ലസ് ആണുള്ളത്. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ ആഡ് ചെയ്താൽ മതി. 3 4 7. അപ്പൊ അവിടെ 7/4 ആണ് ആൻസർ വരിക. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യാൻ പറ്റണം. ഒരു ഐഡിയ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തണമെന്ന് ഓർത്തോളാം. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ ഡിഫറെന്റ് വെറൈറ്റീസ് വരുന്ന ഏരിയ. ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഒരു PDF ഷെയർ ചെയ്ത് തരും. ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന PDF ആണ്. നിങ്ങൾ മാക്സിമം അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്തോളാം. യെസ്, നമുക്ക് ഇതിലേക്ക് വരാം.
എങ്ങനെയാണ് ഇവനെ സോൾവ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്തതിന്റെ നേരെ ഇൻവേഴ്സ് പണിയാണ് ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കിയേ. ഇവിടെ എല്ലാം 1 അല്ലേ, എല്ലാം 1 ആണ്, അവസാനം ഒരു 1/2 കൂടെ ഉണ്ട്. അപ്പോ എങ്ങനെ നമുക്ക് ഇതൊന്നും ഓർമ്മയില്ല എന്ന് വിചാരിക്കും. ഈ ഒരു സാധനമേ നമുക്ക് ഓർക്കുന്നില്ല, ഇത് നമ്മളോട് മറന്നുപോയി, ഈ ക്വസ്റ്റ്യൻ നമ്മളോട് മറന്നുപോയി. ഓക്കെ, നമ്മളെ കയ്യിലുള്ള ഒരു ആൻസർ മാത്രമാണ്. എന്താ ആൻസർ? 13/8 എന്ന് പറയുന്ന ഒരു ആൻസർ മാത്രമാണ് ഉള്ളത്. അപ്പൊ എങ്ങനെ നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കും? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം 13നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനകത്ത് എത്ര 8 കിട്ടും? ഒരു 8 കിട്ടും. ആ 1 ആണ് ഈ ആദ്യത്തെ നമ്പർ ഉണ്ടാവുക, 1+. ഓക്കെ, പിന്നെ അപ്പൊ 13 8 കഴിഞ്ഞ് ബാക്കി അവിടെ ഉണ്ടാവുക 5 ശിഷ്ടം ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ വലിയ നമ്പർ 8 ആണ്. ആ 8നെ 13 കഴിഞ്ഞു, 13ന്റെ മണി കഴിഞ്ഞു, 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് 1 എന്ന് കിട്ടും അല്ലെ, 1 കിട്ടി. അവിടെ റിമൈൻഡർ എത്രയുള്ളത്? 3 ആണ് റിമൈൻഡർ. ഇവിടുത്തെ വലിയ നമ്പർ 5 ആണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് 1 കിട്ടും. അപ്പൊ അവിടെ വീണ്ടും 1 വന്നിട്ടുണ്ട്. പിന്നെ അവിടെ റിമൈൻഡർ എത്രയാ? 2 ആണ്. അപ്പൊ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ നമുക്ക് റിമൈൻഡർ അല്ല, അവിടെ നമുക്ക് ആൻസർ കിട്ടോ, റിമൈൻഡർ അല്ല, ആൻസർ 1 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു 1 ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഇവിടെ 2 ആണുള്ളത്, ഇവിടെ റിമൈൻഡറും 1 ആണ്, ആൻസറും 1 ആയിരുന്നു. നമുക്ക് 2 കൊണ്ട് ഒന്നുകൂടെ 2നെ ആ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഡിനോമിനേറ്ററിനെ അവിടെ അടുത്തായിട്ട് കിട്ടിയ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ അവസാനത്തെ ആള് 2 ആണെന്ന് മനസ്സിലായി. ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ എത്ര 1 ഉണ്ട്? 1 2 3 4 1 ഉണ്ട്. 1 2 3 4 1 ഉണ്ട്. അവസാനമായിട്ട് ഒരു 2 കൂടെ കിട്ടി. ഓക്കെ, നമുക്ക് ഇത് ഈ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാൻ ഒന്നും സമയം എടുക്കും. ഈ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെ പാറ്റേണിലല്ല ഇത് കിടക്കുന്നത്. ഇത് 1/a + 1/b + 1/c എന്നാണ് കിടക്കുന്നത്. നമ്മൾ പക്ഷെ ഈ ഒരു പാറ്റേണാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയേ, ഇതാ ഇവിടെ 1+ലാ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു നമ്പർ കണ്ടോ, 1+ലാ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ മുകളിലായിട്ട് ഒരു വലിയൊരു 1/, ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു സാധനം നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് ഒഴിവാക്കണം. നമുക്ക് എയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഈ മുകളിലത്തെ ആളെ ഒഴിവാക്കുന്ന സമയത്ത് 9/26 എന്നുള്ള എത്രയാവും? 26/9 ആവും. ഇത് ഈക്വൽ ടു 26/9 ആണ്. അപ്പൊ ഇനി നമുക്ക് എ കണ്ടുപിടിക്കാം. എ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 26/9 ചെയ്യാം. 26/9 26ൽ എത്ര 9 ഉണ്ട്? 2 9 ഉണ്ട്. 2 9 18 ആണ്. ബാക്കി ഒരു 8 റിമൈൻഡർ ഉണ്ട് കേട്ടോ. ആ റിമൈൻഡർ അവിടെ നിൽക്കട്ടെ. എ എനിക്ക് 2 കിട്ടി. ഇനി ബി കണ്ടുപിടിക്കാം. ബി കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ബാക്കിയുള്ളത് 9 8 ആണ്. 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, ഒരു 8 8 എന്ന് കിട്ടും. റിമൈൻഡർ അവിടെ 1 ആണ് കിട്ടുക. ഇനി അപ്പൊ 9 കഴിഞ്ഞേ. ഇനി നിങ്ങൾ സി കണ്ടുപിടിക്കണം. ഇവിടുത്തെ റിമൈൻഡർ 8 ആണ്, ശിഷ്ടം 1 ആണ്. അപ്പൊ 8നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ 8 കിട്ടും. ആ 8 ആണ് നമുക്ക് സി വരിക. അപ്പൊ നമുക്ക് ഇവിടെ എ എത്ര കിട്ടി? 2 കിട്ടി +1/. ബി എത്ര കിട്ടി? 1 കിട്ടി +1/. സി എത്ര കിട്ടി? 8 കിട്ടി. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാ? 1/8 ഉണ്ട്, ഒരു 1+ ഉണ്ട്, പിന്നെ ഒരു 2+ ഉണ്ട്. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 8 1 9. പിന്നെ ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം. 2 9 18. 18 കിട്ടും 26. കണ്ടോ, 26/9 എന്ന് കിട്ടി. അപ്പൊ അവിടെ ഉള്ള നമ്പേഴ്സ് ആരൊക്കെയാ? 2 1 8. നമ്മളോട് പറഞ്ഞിരിക്കുന്ന A + B + C കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് A + B + C. അപ്പൊ 2 8 1 ആഡ് ചെയ്യുക. 2 8 1 ആഡ് ചെയ്ത ആൻസർ എത്ര കിട്ടും? A + B + C = 11 കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്പീഡ് കൂടുതലാണോ, സ്പീഡ് കുറവാണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ വളരെ തൊട്ടടുത്ത ദിവസം വരാം. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ കമന്റിലോ ഇല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലോ ഒക്കെ ആയിട്ട് പറയാം. അപ്പൊ താങ്ക് യു ഓൾ. വീണ്ടും മറ്റൊരു ദിവസം കാണാം.